അൻസാർ, പ്രസാദ്, റഹ്മാൻ, സൈനുദ്ദീൻ ഒക്കെ ആയിട്ട് സൈനുദ്ദീനുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. ഇവരാരുമായിട്ട് സംസാരിക്കില്ല. ഞങ്ങളൊക്കെ അങ്ങോട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസ് വന്നു. കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തിനാ ഈ ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വഴക്ക് എന്ന് പറഞ്ഞിട്ട് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അൻസാറിനെ പോയി കാണുകയാണ്. അൻസാറിനെ പോയി കണ്ടു, റഹ്മാനെ പോയി കണ്ടു, പ്രസാദിനെ പോയി കണ്ടു, എല്ലാവരും നേരിട്ട് കണ്ടു. അതോടുകൂടി ആ വഴക്ക് തീർന്നു. ഇന്നും വഴക്കില്ല. അല്ലെങ്കിൽ അന്ന് ആ വഴക്ക് മനസ്സിൽ വെച്ച് നടന്നിരുന്നെങ്കിൽ ഇന്നും പിന്നെ ഒരിക്കലും ചേരാനുള്ളൊരു അവസരം ഉണ്ടാവില്ലായിരുന്നു. ഒരു അകൽച്ച അങ്ങനെ സംഭവിച്ചു പോകുമായിരുന്നു. അന്ന് വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് മനസ്സിലായി. അങ്ങനെയൊന്നും വഴക്കിട്ട് പിരിയേണ്ടവരല്ല. ഇപ്പോൾ അൻസാർ കാരണമാണ് ഞാൻ കലാഭവനിൽ നിന്ന് പോയി എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ അൻസാർ കാരണം തന്നെയാണ് ഞാൻ സിനിമയിലും എത്തിയതും. അപ്പോൾ അതിനേക്കാളും എത്രയോ വലിയ കാര്യം അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട് അൻസാർ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവനെ ഒരു വൈരാഗ്യം വെച്ച് പുലർത്താൻ പാടില്ല. അപ്പം ജീവിതത്തിൽ ചില നന്മകളും നമുക്ക് ആളുകളിൽ നിന്നുണ്ടാവും, കൊച്ചു കൊച്ചു വേദനകളും നമുക്ക് ആളുകളിൽ നിന്നുണ്ടാവും. ആ വേദനകൾ മാത്രം ഓർത്തു വെച്ചുകൊണ്ട് അയാളിൽ നിന്നും കിട്ടിയിരിക്കുന്ന നന്മകളെ നമ്മൾ പാടെ നിഷേധിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു പാഠവും കൂടി ഞാൻ ആ സമയത്ത് റിയലൈസ് ചെയ്യണം.